ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തിയാണ്, ഈസിയാണ്, ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊരു പക്ക വെജിറ്റേറിയൻ കട്ട്ലേറ്റാണ് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും നോൺ വെജൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടൊരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ്, അതായത് ചീര കട്ട്ലേറ്റ് ആണ് ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചുവപ്പ് ചീരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചീര നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ട സവാള ഒരെണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ പച്ചമുളക് ഒരെണ്ണം, വേപ്പില ആവശ്യത്തിനും കൂടി ഇട്ടിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ കപ്പയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കപ്പ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണത്. അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. സവാള ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതില്ലേ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് വേപ്പിലും കൂടി ആഡ് ചെയ്ത ശേഷം ഒന്നും കൂടി വഴറ്റിയ ശേഷം നമുക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം കേട്ടോ. ചീര ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി. ഒന്ന് ആവി കയറിയേ വേണ്ടുള്ളൂ. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമുള്ള ചീര. അപ്പോൾ ജസ്റ്റ് അതൊന്നും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് വെന്തോളും. അപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തീ ഒന്ന് കുറച്ച ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ ചാട്ട് മസാല പൗഡർ ആണ് കേട്ടോ. അതില്ലെങ്കിൽ നമുക്ക് വേണ്ട. പിന്നെ ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഞാൻ ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി 1/2 ടീസ്പൂണും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ കപ്പ പുഴുങ്ങിയതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നന്നായി ഇതിട്ടിട്ട് എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം, അപ്പോൾ എല്ലാതും കൂടി ആയ ശേഷം നമുക്കത് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ അത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ റസ്കിൻ്റെ പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി ഇത് അതുപോലത്തെ ഒരു പാത്രത്തിൻ്റെ മൂടിയിലാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കയ്യിലേക്ക് തട്ടി കൊടുത്താൽ കട്ട്ലേറ്റ് റെഡിയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി ഇത് കോൺഫ്ലോറിൻ്റെ അതിൽ മുക്കിയിട്ട് ഈ റസ്ക് പൊടിയിലേക്ക് അതൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആണ് വീട്ടിലുള്ളതെങ്കിൽ, ബ്രെഡ് പൊടിച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് അത് എടുക്കാം. ഞാനിവിടെ റസ്ക് ഉള്ളത് കാരണം അത് എടുത്തുന്നുള്ളൂ. ഇനി ബാക്കി എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഈസിയാണ്. ഫുൾ വെജിറ്റേറിയൻ ആണ്. ഇഷ്ടമുള്ള നോൺ വെജ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്. അപ്പോൾ നമ്മളെല്ലാ കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാനോ മാത്രമുള്ള ഓയിൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി ചൂടായ ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പാനിൽ വെച്ചിട്ട് 2 സൈഡൊന്ന് മറിച്ചിട്ട് എടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇതായിട്ടുണ്ട്, മൊരിച്ചിട്ടുണ്ട്. അപ്പം മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ ഏകദേശം അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിന് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് കുട്ടികൾക്കൊക്കെ ചീരയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും വെജിറ്റബിൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും നമുക്കിതിൽ വേറെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.